എൻ്റെ പേര് ഹരിദാസ്. ഞാൻ മാർ ബേസിലിയസ് കോളേജിലെ സുൽത്താൻ ബത്തേരിയിലെ BEd സെൻറ്ററിലെ പെർഫോമിംഗ് ആർട്സിലായിട്ട് ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്തായ റോഷൻ NG ബാലുശ്ശേരി, അദ്ദേഹമായിട്ട് നമ്മളെ ഈ തിയേറ്ററുമായിട്ട് അല്ലെങ്കിൽ മേക്കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ BEd സെൻറ്ററിലെ അധ്യാപകരാകുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ്, അതിൻ്റെ ഒരു ഒബ്സർവേഷൻ, അല്ലെങ്കിൽ അതും നേരത്തെ ഇതിൽ സൂചിപ്പിച്ച പോലെ വളരെ പ്രശസ്തനായ ഇന്ത്യയിൽ പ്രശസ്തനായ ഒരു വലിയൊരു കലാകാരനാണ് റോഷൻ NG. കുറേ ഒട്ടനവധി സിനിമ, ഇപ്പം മായാമോഹിനി സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്. അതിൻ്റെ മേക്കപ്പ് മെയിൻ ഡയറക്ടറാണ് റോഷൻ NG. അതുപോലെ പഴശ്ശിരാജ അറിയാം, വർഷങ്ങളോളം ഷൂട്ട് ചെയ്ത് വർഷങ്ങളോളം എടുത്തുള്ള ഒരു മെഗാ ഫിലിമാണ് പഴശ്ശിരാജ. അന്ന് നമ്മളെ പണി എന്ന സിനിമ, അമരൻ എന്ന് പറഞ്ഞ സിനിമ, രണ്ട് സിനിമയിലും അത് നമ്മൾ കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇതാണ് മേക്കപ്പ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് റോഷൻ ആരാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ ഈ രണ്ട് സിനിമ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള സിനിമയാണ്. അത് നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ക്ലൈമാക്സിലുള്ള മേക്കപ്പും ഒക്കെ റോഷൻ വളരെ ആകർഷിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഇത്തരം ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സംവാദം കിട്ടിയ റോഷനെ വളരെ എൻ്റെ പേരിലും മാർ ബേസിലിയസ് എഡ്യൂക്കേഷൻ BEd സെൻറ്ററിൻ്റെ പേരിലും നന്ദി, വളരെ നന്ദി. അതിൻ്റെ പ്രിൻസിപ്പളായിട്ട് സുനിൽ സാറും അതിൽ മറ്റേ അധ്യാപകർക്കും എല്ലാം. എൻ്റെ പേര് ഹരിദാസ്. ഞാൻ മാർ ബേസിലിയസ് കോളേജ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് പെർഫോമിംഗ് ആർട്സിലെ. നമുക്കറിയില്ല, നമ്മൾ ഫ്രണ്ട്സാണ്. പഠിച്ചാണ്. അപ്പോൾ നമുക്ക് തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്റർ എഡ്യൂക്കേഷനാണ് അവിടെ എടുക്കുന്നത്. അവിടെ മെറ്റീരിയൽ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആർട്ട് ആൻഡ് ഡ്രാമയുടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ പ്രശസ്തനായ റോഷൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മികച്ച ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ലെങ്കിൽ മേക്കപ്പ് ഡയറക്ടറും അതിലുപരി ഒരു നടനും എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ BG സ്റ്റുഡൻ്റാണ്. ഡയറക്ഷനും എൻ്റെ നാടകത്തിൽ നിയമിച്ചിട്ടുണ്ട്. അതൊന്നും വിഷയമല്ല. അപ്പോൾ നമുക്ക് നമ്മളെ ഒരിടത്ത് സംഭവിച്ചതാണ്. അപ്പോൾ അതല്ല, നമ്മൾ തന്നെ ഫ്രാങ്ക്ലി ഇപ്പോൾ മാർ ബേസിലിയസ് കോളേജിലെ പെർഫോമിംഗ് ആർട്സിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സ്കൾപ്ചർ അല്ലെങ്കിൽ മേക്കപ്പ് ഇതൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. അതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് കൊണ്ടാണ് നിങ്ങളെ വിളിക്കാത്തത്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടൊന്ന് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡ്രാമയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൾപ്ചറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ ഉപകാരമാകും. ഞാൻ ശരിക്കും ഹരിദാസിനെ അറിയുള്ളൂ. ഞാൻ ശരിക്കും ആക്ടിങ് ആണല്ലോ എൻ്റെ. ഞാൻ പിന്നീട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ പ്രശസ്തം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ എത്രമാത്രം പ്രശസ്തനാണ് എന്താണെന്നുള്ളതും. പക്ഷേ ഞാൻ ഒരു പരിധി വരെ ഞാൻ ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ മാറാനുള്ള ഒരു കാരണമുണ്ട്. അത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഉണ്ടായിട്ടില്ല. അതായത് നമ്മളെ ക്ലാസ്മേറ്റിൽ നിന്ന് ജ്യോതിഷ് നാടകം ചെയ്തത് ഓർമ്മയുണ്ടോ? അതിൽ ദ ഓൾഡ് മാൻ ഹൂ ഡസ് നോട്ട് വോണ്ട് ടു ഡൈ മെറ്റർലിംഗ് നാടകം ചെയ്തപ്പോൾ ഞാൻ വയസ്സനായിട്ട് അഭിനയിക്കുകയാണ്, ഓൾഡ് മാനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം മരണവും ഓൾഡ് മാനും തമ്മിലുള്ള കോൺവെർസേഷനാണ് അതിൻ്റെ നടക്കുന്നത്. അപ്പം ഞാൻ എല്ലാ സമയത്തും വന്നിട്ട് റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഒരു കാർഡ്ബോർഡിൻ്റെ ചട്ട എടുത്തിട്ട് കണ്ണാടി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ വയസ്സനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പം നമ്മളിപ്പം ഞാനിപ്പോൾ റോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ഇമേജ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു ക്യാരക്ടറിൽ ആ ക്യാരക്ടറിൻ്റെ ആ ഇമേജ് എടുക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ കീ സാധനമാണ്. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്ത ഒരാളെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാറ്റം അയാൾ മനസ്സിലേക്ക് എടുത്തിട്ട് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അയാൾ മേക്കപ്പ് ക്യാരി ചെയ്യുന്നു, അതാണ് അയാൾ സക്സസ്ഫുൾ ആവുന്നത്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഡ്ബോർഡ് ചട്ടയാണ് ഞാൻ നോക്കുന്നത് എല്ലാ ദിവസവും റിഹേഴ്സലിൽ. അപ്പം എൻ്റെ മുഖം ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ ഇമാജിൻ ചെയ്യുന്നത് മാത്രമാണ് കാണുന്നത്. നാടകം നടക്കുന്ന ദിവസവും ഈ ജ്യോതിഷ് എവിടുന്നോ ഒരു കണ്ണാടി സംഘടിപ്പിച്ചിട്ട് ഈ കട്ടിലിനടിയിൽ കൊണ്ടുവച്ചു.
യെസ്. ആ ആ ഓക്കെ. അപ്പം ഞാൻ ആ നാടകം ഓഡിയൻസ് ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കണ്ണാടി എടുത്ത് എന്നിങ്ങനെ നോക്കി. ഞാൻ അപ്പം എന്നെ കണ്ടു. അപ്പോൾ 24 വയസ്സുള്ള ഞാൻ, നമ്മളെന്തോ സിങ് വൈറ്റൊക്കെ അടിച്ചിട്ട് അതൊക്കെ വേർപ്പിലൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, മുഖമൊക്കെ ഭയങ്കര ടൈറ്റ് സ്കിന്നായിട്ടുള്ളൊരു സംഭവം അങ്ങനെ വരുന്നത്. ഞാൻ ഒരു സെക്കൻഡ് സമയത്തേക്ക് ഒരു ആക്ടർ എന്നുള്ളതൊക്കെ ഞാൻ ബ്ലാങ്കായി പോയി. എനിക്ക് അറിഞ്ഞോട് എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ വിശ്വസിക്കുന്ന ഞാനല്ല ഇത് എന്ന് എനിക്ക് മനസ്സിലായി. ഈ കഥാപാത്രത്തിന് ഞാൻ എങ്ങനെയാണോ മനസ്സിൽ കണ്ടത് അതുപോലെ അല്ല ഞാൻ ഫിസിക്കൽ അപ്പിയറൻസിൽ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ബ്ലാങ്കായി പോയി. ആ പോയിന്റാണ് എന്നെ മേക്കപ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. കാരണം മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരാൾ കാണുന്ന സമയത്ത് അത് വിശ്വസിക്കണം. അപ്പോൾ 24 വയസ്സുള്ള ഒരു ഒരു ആക്ടർ 90 വയസ്സുള്ള ഒരാളെ കഥാപാത്രം ചെയ്യുമ്പോൾ അയാൾ 90 വയസ്സാണ് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര സിൻസിയറായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ സാധനം എഫക്റ്റ് ചെയ്യില്ല. മേക്ക് ബിലീഫ് എന്ന് പറയുന്ന സാധനം അവിടെ ഫെയിലിയറാണ്. അതുകൊണ്ട് ഞാൻ മേക്കപ്പിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണെങ്കിൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആക്ടിങ് മേക്കപ്പിലേക്ക് മാറുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഈ ടീച്ചർ ട്രെയിനിങ്ങിൽ പഠിക്കുന്നത് മാസ്ക് മേക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ കുറേ അവരുടെ ആക്ടിവിറ്റീസ്, അത് നമ്മളുടെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അങ്ങനെ ചോദിച്ചാൽ പൊട്ടിയിട്ട്. അതായത് ഇപ്പം മാസ്ക് മേക്കിംഗ് നമുക്ക് എപ്പോഴും പപ്പറ്റ് ട്രെയിനിങ് അതന്നെ. അപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മളെപ്പോഴും ഞാൻ ആക്ടിങ്ങും മേക്കപ്പും അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു സെൽഫ് സ്റ്റഡി പോലത്തെ ഒരു പരിപാടിയാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത്. അപ്പോൾ ഒരു പപ്പറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു നമ്മളൊരു മാസ്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മാസ്ക് എപ്പോഴും ഒരു എക്സാജറേഷൻ ഓഫ് എന്തെങ്കിലും ഒന്നായിരിക്കും, ഒരു ഇമോഷൻ അല്ലെങ്കിൽ എക്സാജറേഷൻ ഓഫ് ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. പിന്നെ പപ്പറ്ററി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അത് നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ കാരിക്കേച്ചർ പരിപാടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നതാണ് വളരെ പ്രധാനം എന്ന് പറയുന്നത്. അതായത് ഏത് കലയിലാണെങ്കിലും ഒബ്സർവേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് അവരെ ഒരു ഇത് അല്ലേ. അതായത് നിങ്ങൾ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് ആ സൊസൈറ്റിയിൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത് ഓരോ കാര്യത്തിനും, അവിടെയാണ് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തീരുമാനിക്കുന്നത്. അത് ശരിയാണ്. നമുക്ക് കുട്ടികളെ ഇപ്പോൾ എനിക്ക് പഠിക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ, ഒബ്സർവേഷൻ എന്നൊക്കെ പഠിക്കാനുണ്ട്, ഒബ്സർവേഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായിട്ടുള്ള ഇത് ഭയങ്കര ഇതാണ്. നമ്മളെ ഇത് കേട്ടില്ലേ, നമ്മൾ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ നമ്മൾ വേറെ രീതിയിലായിട്ട് പിന്നെ അതിലേക്ക് വീണ്ടും വരുന്നുണ്ടല്ലോ. മീൻസ് നിങ്ങൾ ആക്ടറാണ്, ആക്ടർ മാറിയിട്ട് പിന്നെ ഇത് ഈ കാരണം ഈ അഭിനയിക്കുകയാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് എന്താണ്, നമ്മളൊരു സാധനം മേക്ക് ബിലീഫാണ്. നമ്മൾ ഒരു അഭിനയിക്കുകയാണെങ്കിൽ അത് മേക്ക് ബിലീഫാണ്, ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ മേക്ക് ബിലീഫാണ്, സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ നാടകം ഒക്കെ മേക്ക് ബിലീഫാണ്. ആ മേക്ക് ബിലീഫിൽ ഒരു കാര്യം നമുക്ക് നടക്കാണ്ട് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അറിയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എക്സ്പീരിയൻസ് മേക്കപ്പിലാണ് ഇത് അറിയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മേക്കപ്പ് പഠിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ അധ്യാപകനായിട്ട് 8 വർഷം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അവിടെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഞാൻ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, അമൃത്സർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഹിമാചൽ പ്രദേശിൽ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷേ തൃശ്ശൂരുണ്ടായിരുന്നു വിസിറ്റിംഗ് ഫാക്കൽറ്റി, പല സ്ഥലത്ത് പോയിട്ടുണ്ട്, ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു
അതായത് ആക്ടിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് 3 കൊല്ലം ആക്ടിങ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ മേക്കപ്പിലേക്ക് പോകണം എന്ന് പറയുന്ന എൻ്റെ തീരുമാനം ശരിയായിരുന്നു എന്നെനിക്ക് തോന്നുന്ന കാര്യം ആണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്കിവിടെ ഇപ്പം ഹരിദാസിന് തന്നെ അറിയാം, ഇവിടെ ഒരുപാട് സ്കൂൾ ഓഫ് ഡ്രാമകൾ, ഒരുപാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ ഉണ്ട്. അതായത് ഞാൻ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മധ്യപ്രദേശിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, MP സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ട്, പിന്നെ ഇവിടെ ഹൈദരാബാദിലുണ്ട്, പിന്നെ ബാംഗ്ലൂർ NSCൻ്റെ ഒരു സെൻ്ററുണ്ട്, മെയിൻ NSC സെൻ്റർ ഡൽഹിയിലുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെ പാസ് ഔട്ട് ആവുന്ന ആൾക്കാർ അവർ ഡയറക്ടേഴ്സ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, അവർ ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഈവൻ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ട്, ലൈറ്റ് ഡിസൈനേഴ്സ് ഉണ്ട്. ഒരു മേക്കപ്പ് മാൻ പോലുമില്ല. ഒരു മേക്കപ്പ് മാൻ പോലും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മേക്കപ്പ് ഇത്രമാത്രം എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൻ്റെ ആൾക്കാരാണ് നമ്മൾ. നമുക്ക് തെയ്യമുണ്ട്, കഥകളിയുണ്ട്, കൂടിയാട്ടങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര എലാബറേറ്റഡ് ആയിട്ടുള്ള മേക്കപ്പ് സ്റ്റൈലുകളും കോസ്റ്റ്യൂം സ്റ്റൈലുകളും ഒക്കെ ഉള്ള നമുക്ക് നാട്യശാസ്ത്രത്തിന് അഭിനയം എന്നിട്ട് വേറൊരു സെക്ഷൻ തന്നെയാണ് അല്ലേ. പക്ഷേ ഇത് ഒരു സ്കൂൾ ഓഫ് ഡ്രാമയിലും നമ്മളിവിടെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഒരാളും അതൊരു ഓപ്ഷനായിട്ട് എടുക്കുന്നില്ല, ആരും എടുക്കില്ല. അത് എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഒന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ആർട്ട് ഡയറക്ടർ അല്ല, മേക്കപ്പ് ആർട്ട് ഡയറക്ടർ എന്നുള്ള അതല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള പരിചയപ്പെടുത്തുന്നതിലാണ് ഞാൻ കുറച്ചുകൂടി കൂടുതൽ സന്തോഷം ഉള്ളത് എനിക്ക്. കാരണം അതിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള പരിചയപ്പെടുത്തുന്നതിലും മേക്കപ്പ് ആർട്ടിസ്റ്റ്, കാരണം ഒരു ആർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉള്ള ഒരു സംഭവം അത് വേറെയാണല്ലോ. പക്ഷേ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സംഭവം എന്താണ്? മേക്കപ്പ് എനിക്ക് ചാൾസ് വാലസ് ഇന്ത്യ ട്രസ്റ്റ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട് 2000 ബ്രിട്ടീഷ് ഗവൺമെൻറ് അവാർഡ്. അപ്പോൾ അവിടെയും ചോദിച്ച ചോദ്യമാണത്. അതായത് അവരെന്നോട് ചോദിച്ച ചോദ്യത്തിൽ എന്ന് വെച്ചാൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയും മേക്കപ്പിൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഉണ്ട്. മേക്കപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒരാളെ ബ്യൂട്ടിഫൈ ചെയ്യുക, അതാണ് കോൺസെപ്റ്റ് നമ്മുടെ. ഒരാളെ കറുത്ത ആളെ വെളുപ്പിക്കുക, പിന്നെ ഒരാളെ സുന്ദരനാക്കുക, സുന്ദരിയാക്കുക, അല്ല വയസ്സനാക്കില്ല. നമ്മുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നീ മേക്കപ്പ് ചെയ്തിട്ടാണോ വന്നത്? മേക്കപ്പ് എന്ന് പറയുന്നത് ഒരാളെ സുന്ദരനാക്കുക, സുന്ദരിയാക്കുക. ഈ കോൺസെപ്റ്റിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് വുമൺ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് അവർ കൂപ്പ് കൂത്തി വീഴുന്നത് എവിടേക്കാണ് അറിയാം? ഒരു പാർലറിലേക്ക്. കാരണം ആ പാർലറിൽ ഒരാളെ സുന്ദരിയാക്കുക, സുന്ദരാക്കുക, കല്യാണത്തിന് മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി മാത്രമാണ് ഇത്. അതിനകത്തൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ എന്താ ട്രൈ ചെയ്യുന്നത് വെച്ചാൽ മേക്കപ്പ് ആസ് ആൻ ആർട്ട് ഫോം. മേക്കപ്പ് ഒരു ആർട്ടാണ്. ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ, നീ പറഞ്ഞ പോലെ വയസ്സാക്കുക എന്ന് പറയുന്നത് മാത്രമല്ല, ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ, ക്യാരക്ടറിനെ പോർട്രേ ചെയ്യാൻ, ഒരു സംഭവത്തിൻ്റെ ഒരു സിറ്റുവേഷൻ്റെ ഒരു മേക്ക് ബിലീഫ് ആയിട്ട് നമുക്കൊരു സംഭവത്തിനെ കൊണ്ടുവരാൻ പറ്റുക. ഒരു സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും എന്താണെങ്കിലും, അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഇപ്പം ഹരിദാസ് എന്ന് പറയുന്ന ഒരാളാണ് അഭിനയിക്കുന്നതെങ്കിൽ ഇത് ഹരിദാസാണെന്ന് തോന്നാൻ പാടില്ല, ഇതാ കഥാപാത്രമായിട്ട് തോന്നാവും. അപ്പോൾ ഇതിനകത്ത് മേക്കപ്പ് ചെയ്തതായിട്ട് തോന്നാൻ പാടില്ല. മേക്കപ്പ് ചെയ്ത് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഇയാൾക്ക് ഇങ്ങനെ വിഗ് വെച്ചിട്ടുണ്ട്, അയാൾക്ക് മീശ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും നമ്മുടെ ശ്രദ്ധ മാറി. അപ്പം നിങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇത് റിയലാന്ന് തോന്നണം. നമ്മുടെ പണി ഇൻവിസിബിൾ ആവണം. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആരും അറിയാൻ പാടില്ല. അത് ഒരു കറക്റ്റാണ്, ഇൻവിസിബിൾ എന്ന് പറഞ്ഞ സംഭവത്തിന്. അപ്പോൾ നിങ്ങളിപ്പോ മായാമോഹിനി എന്ന് പറഞ്ഞ സംസ്ഥാന അവാർഡ് കിട്ടിയില്ല. അതില് ഇപ്പോ ദിലീപ് എന്ന കഥാപാത്രം ചെയ്താണല്ലോ. ഞാനിപ്പോ അതിനെ കുറിച്ചിട്ട് പറയാണ്. അപ്പൊ അതില് ചെയ്തപ്പോ ഈ ഇതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് മറ്റേ ഇപ്പൊ മൊത്തത്തില് റോഷനെ പരിചയപ്പെടുത്തുന്നത് മായാമോഹിനിയില് അത് ചെയ്തത് എന്ന രീതിയിലാണ്. അപ്പൊ അതുമായിട്ടുള്ള ബന്ധമായിട്ടുള്ള നമ്മളിപ്പോ ഹരിദാസൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്
ടു ബി വെരി ഫ്രാങ്ക്, അല്ലാതെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. Yes, yes. അവിടെ നമുക്കത് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അവിടെ കാശുണ്ടാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കാര്യമൊന്നുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ചലഞ്ച് എന്തായിരുന്നു വെച്ചാൽ, ദിലീപ് എന്ന് പറയുന്നൊരു ആക്ടർക്ക് അവരെ മെയിൽ ആയിട്ട് അവർ ഇത്രയും കാലം എസ്റ്റാബ്ലിഷ്, പുതിയ ഫേസ് അല്ല, അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളാണ്. ആ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ട് മാത്രമാണ് നമുക്ക് ആ സിനിമ വെക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഒരു പെണ്ണിനെ വെച്ച് ചെയ്താൽ പോലെ. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ആളെ ഫേസിനെ വെച്ചിട്ട് മാത്രമേ ആ സിനിമ വെക്കാൻ പറ്റുള്ളൂ. ദിലീപ് എന്ന് പറയുന്ന അവരെ ഫേസിന്റെ വാല്യൂ വെച്ചുകൊണ്ട് അതിനെ പെണ്ണാക്കണം. അതായിരുന്നു എന്റെ ചാലഞ്ച്. ഒരു സ്റ്റാറിന്റെ ആ മുഖത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്താ പറയാ, അതിനെ പെണ്ണാക്കി മാറ്റണം എന്നതാണ് എന്റെ ചാലഞ്ച്. ഇപ്പോൾ ഞാൻ റോഷനെ പരിചയപ്പെടുത്താൻ ഇപ്പോൾ നമ്മള് വഴിക്ക് വെച്ചിട്ട് ഒരാൾ SI പരിചയപ്പെടുത്തിയ പോലെ ഇത് ഇന്ന സിനിമയില് അതാ ഞാൻ പറഞ്ഞത്. എന്റെ കൂടെ കോളേജിൽ പഠിച്ച മനോഹരൻ സബ് ഇൻസ്പെക്ടർ ഇപ്പൊ എന്നെ അവിടെ ബാലുശ്ശേരി വെറുതെ നമ്മൾ പോകുന്ന സമയത്ത് പറഞ്ഞു, ഇത് മായാമോഹൻ ഞാൻ മായാമോഹിനി ചെയ്തു. ഇപ്പൊ ഞങ്ങളെ ഒരു സുഹൃത്തിനോട് പറയാം, മായാമോഹിനി ചെയ്തു. അതാണ്, അത് കമേഴ്ഷ്യൽ സിനിമയാണ്. അത് അല്ല, അതെന്താ എന്റെ കാര്യം വെച്ചാല്, ദിലീപേട്ടന് ഒരു പെണ്ണായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരിക്കലും ആർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ദിലീപേട്ടന്റെ കൂടെ ചൈന ടൗൺ എന്ന സിനിമ ചെയ്യുമ്പോഴാണ് ഞാൻ ദിലീപേട്ടനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പൊ ദിലീപേട്ടൻ എന്നോട് എന്നെ പറ്റി ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ്, ആരെ കൂടെ അസിസ്റ്റന്റ്? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആദ്യം കൂടെ അസിസ്റ്റന്റ് ആയിരുന്നില്ല, ഞാനിങ്ങനെ NSC പഠിപ്പിക്കുകയാണ്, ഞാനിങ്ങനെ പുറത്തുനിന്ന് പഠിച്ചു വന്നിട്ടുള്ളതാണ്, വിദേശത്ത് പോയിട്ട് ലണ്ടനിൽ പോയി പഠിച്ചു വന്നാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആണോ, അങ്ങനെയാണെങ്കിൽ എന്നെ പെണ്ണാക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, പറ്റും. എന്ത് പറഞ്ഞു, ഉറപ്പാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉറപ്പാണ്. അല്ല, എന്താ കാര്യം വെച്ചാൽ ഞാനൊരു കഥ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു കഥ എന്നോട് പറഞ്ഞിട്ട് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് കഥയാണ്, അതിൻ്റെ അകത്ത് ഞാൻ എല്ലാ ഇതും കാണുന്നുണ്ട്, പക്ഷെ ഞാൻ പെണ്ണായിട്ട് അഭിനയിച്ചാൽ ശരിയാവുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ശരിയാവുന്നു, എന്നാൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ഞങ്ങൾ ആ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ കമൽ സാറിൻ്റെ കൂടെ വിശ്വരൂപം സമയമായിരുന്നു. അപ്പോൾ ദിലീപേട്ടൻ കോഴിക്കോട് ശ്യാമപ്രസാദ് സാറിൻ്റെ അക്കലെ എന്താ സിനിമ ചെയ്തു, അവിടെ വന്നിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ദിലീപേട്ടൻ മദ്രാസിൽ വന്നു, ഫ്ലൈറ്റൊക്കെ പിടിച്ചിട്ട് മദ്രാസിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ബിഗിൻ്റെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നു. അങ്ങനെ പിന്നെ എറണാകുളത്ത് വരുന്നു. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ആദ്യം ബിഗും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് ശരിയാവില്ല, ശരിയാവില്ല. പക്ഷേ അപ്പം ദിലീപേട്ടൻ പറഞ്ഞു, ഇത് നമ്മൾ ഒരു വെറുതെ ഒരു കാര്യം ചെയ്യുന്നതാണ്, ഇതിൻ്റെ അത് ചില ഐഡിയകളുണ്ട്, ഇത് ശരിയാവും. ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു നടൻ്റെ ഒരു ഫുൾ ഡേ ഡേറ്റാണ് വെച്ചിരിക്കുന്നത്. അതെന്തുമാത്രം എക്സ്പെൻസീവ് ആണെന്ന് ആലോചിച്ചത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നടനാണ് പറയുന്നത്, ഇല്ല ഇത് ശരിയാവും, ഞാൻ ഒരു കാര്യം ചെയ്യാം, മറ്റന്നാൾ വരാം എന്ന് പറഞ്ഞു. എന്നോട് ശരിയാവില്ല, ഞാൻ പറഞ്ഞു ശരിയാവും എന്ന് പറയും. ഞങ്ങൾ മാത്രം തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഉണ്ടാവുകയും ഞങ്ങൾ മാത്രം ആയിട്ടുള്ള ഒരു ബന്ധത്തിന് മുകളിൽ ആ സംഭവം വർക്കൗട്ട് ആവുകയും ചെയ്തു. അല്ല, ഞാൻ നേരത്തെ ചോദിക്കാൻ വിചാരിച്ചു, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളത് ശരിക്കും ക്ലിയർ ആയി. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. കാരണം എന്നെ ദിലീപേട്ടൻ ഏതോ സ്ഥലത്ത് വിശ്വസിച്ചു. ആ വിശ്വസിച്ച എങ്ങനെയാ വെച്ചാല്, ഞാനിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവരതിനെ ആക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് എല്ലാവരും വന്നിട്ട്, അത് അയ്യോ ഇത് വേണോ ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ സമയത്ത്, അല്ല അത് ശരിയാവും, നമുക്ക് ഇത് അങ്ങനെ പിടിച്ചാൽ ശരിയാവും, ഇത് ഇങ്ങനെ വെച്ചാൽ ശരിയാവും, ഇങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മൂന്നാമത്തെ സിനിമയാണ് എൻ്റെ മലയാളത്തില് സിനിമ. അപ്പൊ എനിക്ക് ഈ സ്റ്റാറുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ, നമ്മുടെ സ്കൂൾ ഡ്രാമയിൽ കഞ്ഞി കുടിക്കാൻ പൈസ ഇല്ലാണ്ട് നടന്ന ആൾക്കാരെ വലിയ സ്റ്റാറുകളെ സർവീസ് ഹോട്ടലിൽ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോ
അപ്പോൾ ഞാൻ ഹരിഹരൻ സാറിനെ എൻ്റെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നമ്മളെല്ലാം കോഴ്സ് കഴിഞ്ഞില്ലേ, അത് നമ്മൾ എത്രയിൽ കഴിഞ്ഞ് 1997 നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ട് സാറിനെ ഒരു കെയർ ഓഫിൽ ഇവിടെ അളകാപുരി അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് സാറിനെ കാണാൻ ശ്രമിച്ചു. അപ്പോൾ കാണാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എനിക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് സാറിൻ്റെ ഫോൺ വരികയാണ്. സാർ ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ചത്. സാർ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഡ്രീം പ്രൊജക്റ്റാണ്, ഞാൻ ഇങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾ വന്നാൽ അത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഇതൊരു വലിയ ഒരു തമാശയും കൂടി ഉണ്ട് ഇതിൻ്റെ. ആ തമാശ എന്താ വെച്ചാൽ, കണ്ണൂർ കണ്ണവം ഫോറസ്റ്റിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് ആയിട്ട് നമ്മൾ എപ്പോഴും സാറിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പം ഞാനും അങ്ങനെ തന്നെ, ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. സാർ എന്നോട് ചോദിച്ചു, റോഷൻ്റെ വീടെവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പൂന്നൂര്. അപ്പം നീ മലയാളിയാണോ? അപ്പോഴാണ് നമ്മള്. അപ്പം ഞാൻ പറഞ്ഞു അതേ സാർ മലയാളി. അപ്പം പിന്നെ നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ പറയുന്നത് ഞങ്ങൾ മതിയിരുന്നു. അപ്പം നീ ഇത്രയും കാലം എന്താണ് മലയാളത്തിൽ സംസാരിക്കാതിരുന്നെന്ന് ചോദിച്ചു. ഞങ്ങൾ സാറ് എന്നിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പം ഞാൻ അതിനതുപോലെ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു, എൻ്റെ തറവാട് അമ്പലമുണ്ട് ഇവിടെ, നമ്മളെ സ്കൂളിലുണ്ടായിരുന്നില്ലേ, നീയല്ല, അതായത് ഇവിടെ പുല്ലൂർ ഹൈസ്കൂളുണ്ട്, അവിടെ പോകുന്ന സ്ഥലത്ത് അവിടെയാണ് തറവാട് വീട്, പരദേവത ക്ഷേത്രം നമ്മൾ എനിക്കറിയാമോ. അപ്പോൾ ഞാൻ എന്നോട് വിളിക്കാറുണ്ടായിരുന്നു കാര്യത്തിലൊക്കെ. അപ്പം എന്നോട് പിന്നൊരു കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ, അതെനിക്കൊരു വലിയൊരു ഇമോഷണലായിട്ട് എനിക്കൊരു വലിയൊരു സംഭവം ഉണ്ടാകുന്ന കാര്യമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ കേളോത്ത് സ്കൂൾ ഉണ്ട്, അറിയോ എനിക്ക്? ഞാൻ അറിയാം, അവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഭാരതി മാഷ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഗംഗാധരൻ എന്ന് പറയുന്നൊരാളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്താ, ആ ഗംഗാധരൻ എന്ന് പറഞ്ഞ ആള് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഈ സാറിന്, ഹരിഹരൻ സാറിന് എൻ്റെ അച്ഛനെ അറിയാമായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ച് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാറിനെ കാണുന്നത്. ഒരാളെ കെയർ ഓഫിൽ ഒരു സംഭവത്തിനൊന്നുമല്ലാതെ ഇങ്ങനെ പോവുകയും സാറ്, ഞാൻ ഏതോ ഡൽഹി മലയാളി എന്നുള്ള എനിക്ക് എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് അങ്ങനെ പരിചയപ്പെടുകയും, ഇപ്പോഴും ഞാൻ ഒരു മാസം മുമ്പേ ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ടിരുന്നു. സാറിന് നിന്ന് അതൊക്കെ ഒരു വലിയ കാര്യമാണ്. സാറ് ചായയൊക്കെ തന്നു, അതൊക്കെ സാറിന് വീട്ടിൽ പോയി ചായ കുടിക്കാതൊന്നും വലിയ കാര്യമില്ലേ. അപ്പം അവിടെ പോയി, അപ്പം സാറൊരു പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പം അങ്ങനെ ഹരിഹരൻ സാറാണ് എന്നെ മലയാള സിനിമ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അകത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് ഈ നിമിത്തം എന്നൊരു സംഭവം. പക്ഷെ അതേ സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു എന്താ പറയുക, അതായത് ഇപ്പം നമ്മൾ സ്കൂൾ ഡ്രാമയിലാണെങ്കിലും നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ സ്ഥലത്താണെങ്കിലും എല്ലാ സ്ഥലത്തും നമ്മളെപ്പോഴും കാണുന്നതാണ് ഡയറക്ടർ, ആക്ടർ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം. ഇതല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നത് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? അത് ആസ് എ ക്ലാസ്മേറ്റ് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ റോഷൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത്? ഫ്രാങ്ക്ലി ഞാൻ പറയാം, നീ നമ്മൾ നാടകങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നു. പക്ഷെ അങ്ങനൊരു ഇത് എനിക്ക് തോന്നിയില്ല, ഉണ്ടായിട്ടില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഒരു സ്പാർക്ക് ഞാൻ അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നീ ഒരു നമുക്ക് മാസ്ക് ഉണ്ടാക്കുന്നുണ്ട്, മാസ്ക് ഉണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് എന്നൊക്കെ അല്ലെങ്കിൽ ജ്യോതിഷിനൊക്കെ അല്ലെങ്കിൽ ദീപനൊക്കെ കുറച്ച് അട്രാക്ട് ചെയ്തത് ചെയ്യാൻ ഓർക്കണുണ്ടോ? നമ്മളവിടെ മാസ്ക് ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് കാണിക്കുന്ന ഇതുണ്ടല്ലോ, പല വെറൈറ്റി മാസ്കുകളും പിന്നെ പ്രോപ്പർട്ടി സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതിൽ ഒരു എന്താ പറയുക, ഒരു മികവ് എന്നൊക്കെ പറയാം.
അത് റോഷനായിരുന്നു. അത് നീ ശ്രദ്ധിച്ചിട്ടില്ല? ഇല്ല ഇല്ല അല്ല, ഇപ്പൊ അഭിനയത്തിന്റെ രീതി അവിടെ കിടക്കട്ടെ. ഇപ്പൊ അത് ഞാൻ നിന്റെ എത്ര നാളത്തിൽ അഭിനയിച്ചിട്ട് അപ്പൊ ഞാൻ നല്ല അഭിനേതാവല്ലാതെ അങ്ങനല്ല. പക്ഷെ ഈ ഇത് ഉണ്ടാക്കുന്ന മാസ്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ നിനക്ക് മുഖത്ത് ഞാനിപ്പോൾ അടുത്ത ആരോടെ പറഞ്ഞത്, മുഖത്ത് നമ്മൾക്ക് കഥകളിയുടെ മേക്കപ്പ് ഇട്ടാണ്. നീ വേറെ അടുത്ത് പോയി വരച്ചിരുന്നു. ആ വരയ്ക്കുന്നതും ഞാൻ വരയ്ക്കുന്നതും പ്രശസ്തരായ ജ്യോതിഷ് വരയ്ക്കുന്നതും ദീപം വരയ്ക്കുന്നതും വേറെ വ്യത്യാസം. അതിലേക്കാ കുറച്ചുകൂടി വ്യത്യാസം നീന്റെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ ഏതോ ഒരു സാധനം നിങ്ങളെ എനിക്ക് ആൾക്കാരെ കാണുന്ന സമയത്ത് അങ്ങനത്തെ സംഭവം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്ക് ഓരോരോ രീതിയിൽ. ഇപ്പൊ നിനക്ക് നീ വൈദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോക്ലോറിന്റെ സംഭവം പാട്ട് പാടുന്നു. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് എനിക്ക് പറ്റില്ല? അതിന് അപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോ എനിക്ക് ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന അതുമായിട്ട് ബന്ധം കുറേ ബന്ധങ്ങളുണ്ട്. നിന്നെ ഞാൻ കാണുന്നില്ല, പക്ഷെ നീ വിളിക്കുന്നു, നീ അത് പറയാൻ പറ്റില്ല. തെറി പറയുന്നത് അങ്ങനെയല്ല. നേരത്തെ സംസാരിച്ചപ്പോ എടാന്ന് വിളിച്ചത് കുഴപ്പമില്ലല്ലോ. എടാന്ന് വിളിച്ചത് എന്ന് വെച്ചാൽ അത് നമ്മുടെ സൗന്ദര്യം കൊണ്ടാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പ്രൊഫസറാണ്. പ്രൊഫസർ എന്നല്ല, നീ എന്റെ പേഷ്യന്റ് കൂടിയിട്ടാണ്. ഞാൻ ചികിത്സ നീ എന്റെ അടുത്ത് വരുന്നു, ഞാൻ കൈമുട്ട് വേദന കാലിട്ട് വേദന ചെയ്തു കൊടുക്കുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നല്ലൊരു ഒരു സുദിനായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ മാർബേസിലിയസ് കോളേജിൽ നിന്ന് പ്രൊഫസറായിട്ട് എൻ്റെ ഐഡന്റിറ്റി കാർഡും തുക്കിയിടുമായിരുന്നു. വീട്ടിൽ വരുന്നു, എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതെ, അത് വളരെ കൃത്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇനി നാളെ തിരുവനന്തപുരത്ത് പോകണം, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നന്ദി.